എന്താ നിനക്ക് കല്യാണം കഴിക്കണമെന്ന വല്ല വിചാരമുണ്ടോ? ദേ ഇപ്പൊ നിന്റെ കൂട്ടത്തില് ഭീമന്റെ കല്യാണം കഴിഞ്ഞു, യാദവിന്റെ ആണെങ്കിൽ ഉറപ്പിച്ചു വെച്ചു. നിന്റെയോ? നിനക്ക് കുടുംബം വേണമെന്ന വല്ല വിചാരമുണ്ടോ? അമ്മേ, ഞാൻ കല്യാണത്തിന് പ്രിപ്പയർഡ് അല്ല. ഇനി എപ്പോ പ്രിപ്പയർ ആവാനാണ്? അടുത്ത വർഷം നിനക്ക് 30 വയസ്സാകും. മോനെ അർജുൻ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. 30 കഴിഞ്ഞാ പിന്നെ ഒരു പെണ്ണ് കിട്ടാനൊക്കെ നല്ല പാടാണ്. 30 കഴിഞ്ഞിട്ട് എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പെണ്ണ് കിട്ടുന്നേ ഇല്ല. ഉയർന്ന മുത്തപ്പ മിണ്ടാണ്ടിക്കടാ, ചില വാക്കെല്ലാം ആരംഭിച്ചു പോകും. ഓ പിന്നെ ആരംഭിച്ചുണ്ടെങ്കിൽ പറ്റിട്ട്. എടാ ചക്ക മിണ്ടാണ്ടെന്നോ, ഇനി നിന്റെ വായിന്ന് വല്ല അറമ്പറ്റുന്ന വർത്താനങ്ങാനും വീണാല് ചട്ടം ചൂടാക്കിട്ട് ഞാൻ വരൂ. നിങ്ങൾക്ക് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്ന വയ്യേ. നോക്കിക്കോ, ഞാനൊരു മൂദേവിയെ തന്നെ കെട്ടിക്കൊണ്ട് വരും. മതി, അങ്ങനെയെങ്കിലും ഒന്ന് കെട്ടെന്ന് പറഞ്ഞല്ലോ. നിന്റെ വായില് അത്രയും കേട്ട് തന്നെ ഭാഗ്യം. ഇപ്പൊ നീ പറഞ്ഞത് അറമ്പറ്റിയാലും എനക്ക് കുഴപ്പമില്ല മോനെ. അമ്മ എന്നാലേ സുഖായിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടാ. അല്ല വൈകർദ്ധന, നിനക്കവളെ സ്നേഹിച്ചാലെന്താ? നിനക്കെല്ലോ അറിയുന്നല്ലേ. ഓളെ ഏട്ടൻ യാദവ്, അവൻ ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ അവൾക്ക് ഞാനെന്തിനാ മോഹം കൊടുക്കുന്നേ? എടാ, നാട്ടുകാർക്ക് പോലും നിന്നെ നല്ല കാര്യമാണ്. നിന്റെ ഏട്ടൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അതിപ്പോ നിനക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. നീ നൈസായിട്ട് എന്റെ ഏട്ടനെ കുറ്റം പറയാല്ലേ? ഇതന്നെയാണ് നിന്റെ കയപ്പോ. നിന്റെ ഏട്ടനാന്നല്ല നിന്റെ ദൈവം. ശരിക്കും അങ്ങേർക്ക് എന്തിനാ ഭീമനോട് അവന്റെ ടീമിനോട് ഇത്ര പക? എന്റെ ഒരു അറിവ് വെച്ച് അവർ നിന്റെ ഏട്ടനോട് ഇങ്ങോട്ട് ഉടക്കിയതല്ല, നിന്റെ ഏട്ടനായിട്ടാണ് അവര് ചൊറിയാൻ പോയത്. അതിനെന്റെ ഏട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ നിന്റെ ഏട്ടനെ ന്യായീകരിക്കുന്നത് കേൾക്കാൻ എനക്ക് വയ്യ. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം മോനെ. യാമിക അവൾ നല്ല കുട്ടിയാണ്. നിന്നെ സത്യസന്ധമായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത്. ആ പ്രണയം കണ്ടില്ലെന്ന് നടിക്കുന്നത് നിനക്ക് തന്നെയാണ് നഷ്ടം വരുത്തുക. അത് അവൾക്കും അറിയാടാ എനക്കോളെ ഇഷ്ടാണെന്ന കാര്യോ. പക്ഷേ ഓളേട്ടൻ സമ്മതിക്കാത്തിടത്തോളം. യാദവ് സമ്മതിക്കാൻ നീ ആദ്യം ഓനോട് ചോദിച്ചാ യാമികനെ തരോന്ന്? ഇല്ല, അഥവാ ഞാൻ ചോദിച്ചിട്ട് അവർ തരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഓളെ ചിലപ്പോ ആടുന്ന് ഇറക്കിക്കൊണ്ടുവരും. അത് ചിലപ്പോ ഓളുടെ കുടുംബത്തിന് നല്ല വിഷമാക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനിപ്പൊ നിക്കാത്തെ. പിന്നെ ഓളെ പഠിപ്പ് കഴിഞ്ഞില്ലല്ലോ, കഴിയട്ടെ. LLB കഴിഞ്ഞിട്ട് വക്കീലായിട്ട് അവള് ജോലിക്ക് കയറട്ട്. അപ്പോഴും അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഉറപ്പായും ചോദിച്ചിരിക്കും. അങ്ങനെയെങ്കിലും അങ്ങനെ അവളെ കൈവിടാതെ നിന്നാ മതി. മാലു, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ടതാണേ. മനുഷ്യ, നിങ്ങൾ ഇപ്പല്ലേ ചോറ് തിന്നിനി? അത് ഇറങ്ങിയാ?
ഞാൻ ഇപ്പൊ അല്ല മനസമാധാനത്തോടെ ഇവിടെ വന്നിരുന്നിനി. ഇനി വേണമെങ്കിൽ ഒറ്റക്കന്നെ പോയി ഉണ്ടാക്കി കുടിച്ചോ, എന്നെ കൊണ്ടൊന്നും കഴിയൂല. ആ ചാരുമോളെ വാ, ഇവിടെ ഇരിക്ക്. മോളോടൊന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയേയില്ല. മോളിപ്പോ ഇവിടെ ഓക്കെ അല്ലേ? അന്ന് മോൾ ഇവിടെ കേറി വന്നപാടെ ഞാൻ ഭീമനോട് എന്തെല്ലോ പറഞ്ഞിരുന്നു. അന്നേരം ഓൻ ആരോടും പറയാതെ കല്യാണം കഴിച്ചതിന്റെ ദേഷ്യേനു. മോളോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല ട്ടാ. ദേഷ്യമെല്ലാം ഇവനോടാണ്. ഇങ്ങനൊരു ഇഷ്ടം ഇവന് ഉണ്ടായിരുന്നെന്ന് നമ്മളോട് പറഞ്ഞാൽ നടത്തി തരില്ലെന്ന് ഇവൻ വിചാരിച്ചു കാണും. അച്ഛാ മതി, അതെന്തിനു ഇപ്പൊ ഇവിടെ എടുത്തിടുന്നേ? എല്ലാം കഴിഞ്ഞല്ലേ? ആ എല്ലാം കഴിഞ്ഞ്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാ. പിന്നെ ചാരുമോളെ, പറ്റുമെങ്കിൽ ഭീമനോടൊന്ന് ജോലിക്ക് പോകാൻ പറയണേ. ഇവനൊന്ന് ജോലിക്ക് പോയി കാണണം എന്നതിന്റെ ജീവിതാഭിലാഷാണ്. ചുമ്മാ. ആ പിന്നെ ചാരു, നാളെയല്ലേ അമ്മന്റെ 13, വീടൊക്കെ വൃത്തിയാക്കണ്ടേ? ആ അത് ഞാനൊരു ചേച്ചിയെ വൃത്തിയാക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ അവർ വന്ന് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുമെന്ന് പറഞ്ഞിനി. പിന്നെ അകെല്ലാം വൃത്തിയാക്കാൻ ഞാൻ അവന്മാരെയും കൂടി വിളിച്ചിനി. രാവിലെ തന്നെ അവർ അവിടെ എത്തുമെന്ന് പറഞ്ഞിനി. ബാക്കി ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആണോ? അതൊക്കെ നേരത്തെ തന്നെ ചെയ്തിനാ? ആ കുറച്ചു മുമ്പാണ് ഞാനെല്ലാം സെറ്റാക്കിയത്. സമയം ഇപ്പൊ തന്നെ 10 മണിയായി. എല്ലാം പോയി കിടന്നാട്ടെ. മാലു, കട്ടൻ കാപ്പി. നിങ്ങളൊരു കട്ടൻ കാപ്പിയോ? നിങ്ങളെ ആ വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങളുടെ മോനും കിട്ടിയേക്കുന്നേ. രാത്രി ആകുമ്പോ ഒരു കട്ടൻ കാപ്പി പൊടി. പോയിക്കോടങ്ങോട്ട്. ഭീമൻ ഒറ്റക്ക് വെച്ചുണ്ടാക്കാൻ പഠിച്ചല്ലോ. നിങ്ങളോ? ഓ എനിക്ക് കട്ടൻ കാപ്പിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. ഞാൻ പോവേന്ന്. അതന്നെ നല്ലത്. നിന്നോട് ഞാൻ പറയാനിരിക്കേനു. നാളത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയുന്ന വെച്ചിരിക്കുകയായിരുന്നു. താങ്ക്സ്. വെൽക്കം. പിന്നെ ഒരു ഏച്ചിയെ വീടും പരിസരവും വൃത്തിയാക്കാൻ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞില്ലേ? ആ ഏച്ചിക്ക് പകരം ഞാൻ തന്നെ രാവിലെ അടച്ചെന്ന് വൃത്തിയാക്കിക്കോളാം. വെറുതെ അതിനായിട്ട് പൈസ മുടക്കണ്ട. എനക്ക് മനസ്സിലായില്ല. എന്റെ അമ്മേന്റെ ചടങ്ങിനുള്ള പൈസ ഞാൻ തരാം. പ്ലീസ് അത് വേണ്ടെന്ന് പറയരുത്. എന്റെ അമ്മക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും അവസാനമായിട്ട് ചെയ്യട്ടെ. ചാരു, നീ വീണ്ടും കരയാൻ പോവാണോ? വിഷമായിട്ടാണ്. അമ്മ എന്റെ കൂടെ ഇല്ലെന്ന് ഓർക്കുമ്പോ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അച്ഛൻ അയാള് കാരണം അമ്മ കൊറേ അനുഭവിച്ചിട്ടുണ്ട്. കൊറേ സ്വപ്നം കണ്ടിച്ചായിരിക്കല്ലേ അമ്മ അയാളുടെ കൈ പിടിച്ചിറങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് അയാൾ ഒരു രാത്രി പോലും അമ്മേനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിച്ചില്ല. വെറും സംശയമായിരുന്നു അയാൾക്ക് അമ്മേനെ. അമ്മേനെ കൊറേ തല്ലുമായിരുന്നു. ഒരു ദുഷ്ടൻ അയാള്. പിന്നെ അയാള് മരിച്ചപ്പോ അമ്മ കിട്ടുന്ന പണികളൊക്കെ എടുത്ത് എന്നെ വളർത്തി. ആ അമ്മ പെട്ടെന്ന് എന്റെ കൂടെ ഇല്ലെന്ന് ഓർക്കുമ്പോ
മാത്രം നീ ഒന്നും ചെയ്തില്ലല്ലോ ചാരു. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. എന്നാ നീ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പെർമിഷൻ ചോദിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പോ തനിക്ക് വീട്ടിൽ പോകാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോകുന്നത് എന്നെ ഒന്ന് അറിയിച്ചാ മതി. അല്ലെങ്കിൽ എവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞാ മതി. പെർമിഷൻ ഒന്നും ചോദിക്കണ്ട. താൻ എങ്ങനെ എന്നോട് പെർമിഷൻ ചോദിക്കുമ്പോ ഞാൻ നിന്നെ നിയന്ത്രിക്കുന്നത് പോലെ തോന്നുക. ഇവിടെ തനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം. എന്നാ കടന്നൂടെ? സമയം ഇത്രയായില്ലേ? ആ എന്തിനാ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നേ? എന്നെ സംരക്ഷിക്കാൻ എന്തിനാ വീട്ടുകാരിൽ നിന്ന് വെറുപ്പ് വാങ്ങിക്കൂട്ടിയത്? ഞാൻ ഈ നാട്ടിലെ ഒരു സാധാരണ പെൺകുട്ടിയല്ലേ. വീട്ടുകാരെ കൂടുതലും പ്രയോറിറ്റി എന്തിനാ എനിക്ക് തരുന്നേ? അതിനും മാത്രം ഞാൻ ആരാ? എന്നെ ഇതുവരെ ആരും കേൾക്കാൻ നിന്നിട്ടില്ല. പക്ഷെ എന്റെ സങ്കടങ്ങളൊക്കെ ഏട്ടൻ കേട്ടിരുന്നു. ഏട്ടന്റെ അമ്മയും. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് ഈ ചുറ്റുപാടൊക്കെ. പക്ഷെ ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ലെന്ന് എനക്കറിയാം. ഇനിയും എന്നോട് കൂടുതൽ അടുത്താൽ ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോകും. പ്രണയിച്ചു പോയിന്ന് വരും ഞാൻ. അത് പാടില്ല. എന്നെ സേഫ് ആക്കാൻ വേണ്ടിയാണ് ഏട്ടൻ എന്നെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹം എന്റെ ഉള്ളിൽ വരാതെ ഞാൻ നോക്കിക്കോളാം. ചാരു, എന്താ ഏട്ടാ? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമല്ലോ ചുറ്റിലും തെളിച്ചു കഴിഞ്ഞില്ലേ? ഞാൻ ഭക്ഷണത്തിന്റെ കാര്യമല്ലോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യം നിങ്ങളെല്ലോ ഇരുന്നോ, എന്നിട്ട് നമ്മളെല്ലാം ഇരിക്കാം. ആണോ? നമ്മള് അങ്ങോട്ടേക്ക് വരാം. വേഗം വരണേ, ആടെ വിളമ്പാൻ തുടങ്ങി. ആ വരാം. ദേ നിങ്ങളും വന്നേക്കണേ. ഭീമേട്ടന് നിങ്ങളെല്ലാം ഇഷ്ടാന്ന് തോന്നല്ലോ ചാരു. അതന്നെ നേരത്തെ മാലതിയേന്റെയും പറയുന്ന കേട്ടിട്ടേ. ചാരുവേച്ചിക്ക് വേണ്ടി ഭീമേട്ടെ അവരെ വരെ എതിർത്ത് സംസാരിച്ചില്ലെന്ന്. നിങ്ങ വന്നേ ആടെ ചോറ് വിളമ്പാൻ തുടങ്ങിയെന്നല്ലേ പറഞ്ഞേ? ഒരു പൂവിന് നിശാശലഭം തൊട്ടുണർത്തും യാമമ നറുമഞ്ഞും നിലാക്കുളിരും ഒന്നു ചേരും നേരമോ പനിനീരിൽ നനഞ്ഞ രാത്രിയെ പുലർവേ ഒരു പൂവിനെ. എന്താ? എന്ത്? വഴിന്ന് മാറിയാല് എനക്ക് പോവേനു. അങ്ങനെ പോവാനാണെങ്കിൽ ഞാനിങ്ങനെ നിന്റെ മുമ്പിൽ വന്ന് നിക്കോ? പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതറിഞ്ഞാല് എനക്കൊന്ന് പോവേനു. അങ്ങനെ പ്രത്യേകിച്ച് വല്ല ഉദ്ദേശം ഇല്ലെങ്കിലോ? എന്നാ പിന്നെ വഴിന്ന് മാറിയാല് എനക്ക് പോവേനു. നിക്കിപ്പാ, കൊറേ ആയില്ലേ കണ്ടിട്ട്. ഞാനൊന്ന് രണ്ട് ചോദിക്കട്ടിപ്പാ. നിന്റെ അമ്മേന്റെ കുടുംബശ്രീയൊക്കെ എങ്ങനെ പോന്നു? അതറിയാനാണെങ്കില് ഈടെ എന്റെ അമ്മയുണ്ടല്ല, പോയി ചോദിക്കറ. എനക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ എന്തിനെ പറ്റിയാ നിനക്കറിയാ?
നിങ്ങക്കെന്നാ വേണ്ട? എന്നെ ചോർന്നിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരൂലേ? യെസ്, കണ്ടുപിടിച്ചല്ലോ. അതെന്നെയാണ്. നിന്നെ ചൊറിഞ്ഞിച്ചില്ലെങ്കിൽ അനക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂലെന്ന്. അതെനക്കറിയാം. നിങ്ങ പോയാട്ടാണെന്ന് എനക്ക് വേറെ പണിയുണ്ട്. ഇനിയിപ്പോ ചായ എല്ലാം കുടിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ ഇറങ്ങിയാ മതിന്ന്. അല്ല, നിങ്ങപ്പാന്ന് ഇറങ്ങുന്നു? ചാരുവിനെയും ഭീമനെയും ഇവിടെ നിർത്താന്നാ വിചാരിക്കുന്നെ. ചാരുവിനും ആഗ്രഹം ഉണ്ടാവില്ലേ ഇവിടെ നിക്കണമെന്നല്ലോ. ഭീമൻ എന്നോട് നേരത്തെ ആ കാര്യം പറഞ്ഞിനി. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ആണാ? അങ്ങനെയാണെങ്കിൽ അവരിവിടെ നിക്കട്ട്. അല്ല സുധേ, പെണ്ണിന് കല്യാണമൊന്നും നോക്കുന്നില്ലേ? ഞാനെന്ത് പറയാനാ മാലുവേച്ചി, ഓൾക്ക് എപ്പോഴൊന്നും കല്യാണം വേണ്ടാന്ന് പറഞ്ഞേ. പക്ഷെ വയസ്സ് കൂടി കൂടി അങ്ങ് വരുവല്ലേ. നോക്കുന്നുണ്ട് ഞാൻ. ഇനിയോളെ സമ്മതത്തിനൊന്നും ഞാൻ നോക്കില്ല. നല്ലൊരു ആലോചന വന്നാ അതങ്ങ് ഉറപ്പിക്കും, അത്ര തന്നെ. ആ, ഇവിടെ അർജുന്റെ കാര്യം അതന്നെയാണ്. ഓൻ ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ കലിയാണ്. എനക്ക് തോന്നി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കുടുംബവും കുട്ടിയും വേണമെന്ന് വിചാരമില്ലെന്നാണ്. യാദവിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ സരസ്വതി ചേച്ചി? ആ, ഉറപ്പിച്ച്. അടുത്തന്നെ കല്യാണം ഉണ്ടാവും. അല്ല, എഴുന്ന പെണ്ണ്? പെണ്ണ് പഴയങ്ങാടിയാണ്, മാട്ടൂല്. ആ, അത് അടുത്തന്നെയല്ലേ? ആപ്പ അടുത്തന്നെയാണ്. എല്ലാരും പോയല്ലേ? ആ, പോയി. ഇപ്പാണ് ഇറങ്ങി. അച്ഛനും അമ്മയല്ലോ കുറച്ചു കഴിഞ്ഞാൽ ഇറങ്ങും. നമ്മക്കിന്ന് ഈടെ നിക്കാല്ലേ ചാരു? ഞാനിത് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. അമ്മയെല്ലാം സമ്മതിച്ചോ? ആ, അമ്മക്കെല്ലാം ഓക്കെയാണ്. ആ, ഞാനെന്നാൽ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, ഞാനേ ഒന്ന് കുളിക്കട്ടെ. കൊറേ ഓടി നടന്ന ആകെ വേർച്ചിച്ചാന്നുള്ളേ. ഹലോ, ഞാൻ ജ്യോതികയാ. ഓ, എനിക്ക് തന്റെ നമ്പർ കിട്ടിയില്ല, അതുകൊണ്ട് സേവ് ആക്കിയിട്ടില്ല. എനക്ക് അച്ഛൻ തന്നതാണ് യാദവിന്റെ നമ്പർ. അച്ഛൻ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഓഹോ, അപ്പോ അച്ഛൻ പറഞ്ഞിട്ട് മാത്രാണോ എന്നെ വിളിച്ചേ? ഏയ്, അങ്ങനെയല്ല. വിളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു, അതാണ്. അത് ശരി. എനക്ക് അങ്ങോട്ടേക്ക് വിളിക്കണമെന്നുണ്ടേനു, പക്ഷേ എന്റെ നമ്പർ അങ്ങോട്ടല്ലേ കൊടുത്തേ. നിന്റെ നമ്പർ ഇവിടെ ആരുടെയും കയ്യിലില്ല. അച്ഛന്റെ നമ്പർ ഉണ്ടേനു. എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇന്ന് ഒരു 13ന്റെ ചടങ്ങുണ്ടേനു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങിയപ്പോ ആണ് നിന്റെ കോള് കണ്ടേ. നേരം കൊറേ ആയല്ലോ, കഴിക്കാറായില്ലേ? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രിയിൽ കഴിക്കാൻ ഒരു 10 മണിയെല്ലാം കഴിയൂ. പിന്നെ അനക്ക് നൈറ്റ് ഡ്യൂട്ടി എല്ലോ വരുന്ന സമയാണെങ്കിൽ ഒന്നും പറയണ്ട. അല്ല, ജ്യോതിക്ക് എന്തെങ്കിലും കഴിച്ചാ? ആ, ഞാൻ 8 മണിക്ക് മുമ്പ് കഴിച്ചതാ. എനക്കും നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത നേരം അച്ഛന്റെ ഒപ്പം നേരത്തെ കഴിച്ചു തുടങ്ങും. ആണോ? താൻ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നേ? ആ, ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ടാണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നത്. ഇവിടുന്ന് അമ്മ നാളെ കണിയാനെ കാണാൻ പോകുന്നുണ്ട്, ജാതക പൊരുത്തം നോക്കാൻ. ആ, അച്ഛൻ പറഞ്ഞിരുന്നു. ഉം എന്നാൽ ഞാൻ കോള് വെക്കുവാണേ. അച്ഛന് മരുന്ന് കൊടുക്കാനുണ്ട്. ആ, എന്നാ ശരി. ഞാൻ നാളെ വിളിക്കാം. നമ്പർ കിട്ടിയല്ലോ. ഞാൻ ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിളിൽ ഉണരും. ആ കുളിച്ചാ? ഉം. അതെ, എന്താ ചാരു? എനിക്ക് പീരിയഡ്സ് ആയി. ഇവിടെ പാഡൊന്നുമില്ല. ഞാനൊന്ന് രുദ്രന്റെ അടുത്ത് പോവാണേ പാഡ് വാങ്ങാൻ. ആണോ? താൻ ഇവിടെ ഇരുന്നോ? ഓളിയുമെന്ന് ഞാൻ പോയി വാങ്ങാം. വേണ്ട, ഞാൻ പോയി വാങ്ങാം. ചാരു, ഈ അവസ്ഥയിലാണോ പുറത്തിറങ്ങുന്നേ? ഞാൻ പോയിട്ട് വാങ്ങാം. നീ അവളോട് പറഞ്ഞേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്ന കാര്യം. ആ, ഇപ്പൊ പറയാം. ഇതാ ചാരു. താങ്ക്സ്. താൻ ഓക്കെ അല്ലേ? ആ, ഓക്കെ ആണ്. എന്നാ കിടന്നാലാ? ആ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ പറയണേ ചാരു. കാല് വേദന എടുക്കുന്ന കാര്യം പറയണ? വേണ്ട, വെറുതെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്താ ചാരു, വയ്യേ? അത് ചെറിയൊരു കാലുവേദനയാണ്. ഇത് ആദ്യത്തെ 2 ദിവസം ഉണ്ടാകും. നല്ലോണം ഉണ്ടോ? വേദന ചെറുങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്നതാണ്. ഞാൻ കാല് തടവി തരട്ടെ? ഹേ, എന്താ? കാല് തടവിയാല് വേദനക്ക് കുറച്ച് ശമനം ഉണ്ടാവൂലേ? ഈ സമയത്ത് അമ്മക്ക് ഇതുപോലെ കാലിന് പെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോ അച്ഛൻ കാല് തടവി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചേ, തടവി തരട്ടെ? ഉം. മാലയും മാറോടലിഞ്ഞു കണ്ണിൽ മാപോവിരിഞ്ഞു. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബഹുമാനമൊക്കെ ഒരുപാട് തോന്നിയിരുന്നു. ഇപ്പോഴും അതെ, ബഹുമാനം ഒരുപടി കൂടി. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഏട്ടൻ എന്റെ കാല് തടവി തരുമെന്ന്. നിങ്ങളെ എനിക്ക് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവാ. മാലയും മാറോടലിഞ്ഞു. ഈ ഭീമന്റെ ദ്രൗപതിയാകാൻ തോന്നുക. പക്ഷേ ഞാൻ ഈ സ്നേഹം അർഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നെക്കാളും നല്ലൊരു കൊച്ചിനെയായിരിക്കും ഏട്ടന് ദൈവം വിധിച്ചിട്ടുണ്ടാവുക. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചതായിരുന്നുവെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ. പക്ഷേ ഇഷ്ടപ്പെടാൻ മാത്രം ഒരു യോഗ്യതയും എനിക്കില്ലല്ലോ. പേരിന് പോലും ഒരു കുടുംബക്കാര് പോലുമില്ല. ഞാൻ എന്തിനാ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിക്കുന്നേ? എന്റെ കണ്ണ, അതിമോഹാണെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെയൊന്ന് മായ്ച്ചു കളഞ്ഞേക്കണേ.